അവളെ എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ അഹങ്കാരമൊക്കെ എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം. വന്യമായ ചിരിയോടെ ഇന്ദ്രജിത്ത് പറഞ്ഞു. ഓ, നീ ഒലത്തു. നോക്കിയിരുന്നോ മോനെ. നീ എത്ര നാളായടാ പട്ടിയെ പോലെ അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ മുഖത്ത് നോക്കി എത്ര പ്രാവശ്യം അവൾ നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ഥലത്ത് വെച്ച് നിന്നെ നാണം കെടുത്തിയിട്ടുണ്ട്. പിന്നെയും പട്ടിയെ പോലെ അവളുടെ പിന്നാലെ നടക്കുകയാ, നാണം കെട്ടവൻ. ആണുങ്ങൾക്ക് തന്നെ നീയൊരു നാണക്കേടാ, സുഭാഷ് അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ കഥയിലെ നായകനാണ് ഇന്ദ്രജിത്ത്. ആള് ചെറിയൊരു മുതലാളിയാണ്. 12 ബസ് ആൾക്ക് സ്വന്തമായിട്ടുണ്ട്. കാരണവന്മാരായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തതല്ല. കടം വാങ്ങി വീട് ജപ്തിയായപ്പോൾ വിഷം കഴിച്ചു മരിച്ച ഗംഗാധരന്റെ മകനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. അതോടുകൂടി പഠനം നിർത്തി. ബസ്സിൽ ക്ലീനറായി കയറി. ഒരുപാട് ബുദ്ധിമുട്ടി രാത്രി കാലങ്ങളിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും എല്ലാം ജോലിക്ക് പോയി കിട്ടുന്ന കാശെല്ലാം കൂട്ടിവെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 12 ലക്ഷം ലോട്ടറി അടിക്കുന്നത്. അത് ഇന്ദ്രന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വഴിവെച്ചു. അവന്റെ 4 പെങ്ങന്മാരെ പഠിപ്പിച്ചു. ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് ബസ്സും വാങ്ങി. അവിടെ നിന്നായിരുന്നു തുടക്കം. ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സിൽ നിന്നും തുടങ്ങി ഇന്ദ്രന്റെ കഠിന പ്രയത്നം കൊണ്ട് ഇപ്പോൾ ബസ് 12 പെങ്ങന്മാരെ എല്ലാം പഠിപ്പിക്കുകയും നല്ല നിലയ്ക്ക് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അവന് വയസ്സ് 36. അവരുടെ നാട്ടിലെ പഴയ പ്രമാണിമാരായിരുന്നു മനക്കൽ വീട്ടുകാർ. വലിയ പണക്കാരായിരുന്നു. അവിടുത്തെ ജഗന്നാഥ മുതലാളിയുടെ 2 പെൺമക്കളിൽ മൂത്തവളായ പാർവണയെ ഇന്ദ്രന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതൽ അവൻ മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം വലുതായപ്പോൾ അവൻ അത് അവളോട് പറഞ്ഞു. ഇനി പാർവണയെ പറ്റി പറയാം. മനക്കൽ തറവാട്ടിലെ വലിയ കൊച്ചു തമ്പുരാട്ടിയാണ് എന്നാണ് അവളുടെ ഭാവം. ചെറുപ്പം മുതൽ വലിയ സൗകര്യത്തിൽ ജീവിച്ചവളായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അവൾക്ക് ഒരു പുച്ഛം മാത്രമേ ഉള്ളൂ. പാർവണ വലുതായപ്പോൾ അവരുടെ തറവാട്ടിലെ പഴയ പ്രതാപമൊക്കെ പോയി. ജഗന്നാഥ മുതലാളിക്ക് ഇപ്പോൾ ആ പേര് മാത്രമേ ഉള്ളൂ. നാട്ടിൽ മുഴുവൻ കടമാണ്. ചെറുപ്പം മുതൽ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളുമായിരുന്നു പാർവണയ്ക്കുണ്ടായിരുന്നത്. താൻ പഠിച്ച് വലിയ നിലയിലെത്തും എന്ന ഒരു ചിന്ത ആ കുട്ടിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഈ പട്ടിക്കാട്ടിൽ നിന്നും എവിടെയെങ്കിലും വലിയ സിറ്റിയിൽ പോയി ജീവിക്കണം എന്നുള്ള വലിയ വലിയ മോഹങ്ങളായിരുന്നു പാർവണയ്ക്ക് ഉണ്ടായിരുന്നത്. വളർന്നു വന്നപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് തൻ്റെ വീട് മുഴുവൻ കടത്തിലാണ് എന്ന്. മനസ്സില്ലാ മനസ്സോടെ അവൾ അവളുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. +2 ശേഷം TTCക്ക് പോയി. ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു. വയസ്സ് 30 കഴിഞ്ഞിട്ടും ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടും തൻ്റെ ആഗ്രഹത്തിനൊത്ത് ഉയർന്നില്ലല്ലോ എന്ന ചിന്തയിൽ വിവാഹമെല്ലാം വേണ്ട എന്ന് ചിന്തിച്ച് ജീവിക്കുന്നു. ഇത്രയൊക്കെ കടത്തിന്മേലുള്ള ജീവിതമാണെങ്കിലും താഴെ തട്ടിലുള്ള ജോലിക്കാരോടെല്ലാം അവൾക്ക് ഇപ്പോഴും ഒരു പുച്ഛമാണ്. അതെന്താണെന്നറിയില്ല. ചെറുപ്പം മുതൽ വലിയ തറവാട്ടിൽ ജനിച്ചതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബസ്സിൽ ജോലിക്ക് പോയിരുന്ന ഇന്ദ്രനെയും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. സ്വന്തമായി 12 ബസ്സുണ്ടായിട്ടും വലിയ പണക്കാരനായിട്ട് പോലും ഇന്ദ്രനെ ആ പഴയ രീതിയിൽ മാത്രമേ പാർവണയ്ക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. നാട്ടിൽ മുഴുവൻ നടന്ന് കടം വാങ്ങിയിരുന്ന ജഗന്നാഥൻ 10 ലക്ഷം രൂപയോളം ഇന്ദ്രനിൽ നിന്നും കടം വാങ്ങിയിരുന്നു. അത് പിന്നെ പലിശയും പലിശയുടെ പലിശ കൂട്ടുപലിശയുമായി വലിയ തുകയായി മാറിയിരുന്നു. പണം തിരിച്ചു കൊടുക്കാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ജഗന്നാഥന്. പണത്തിന് പകരം ഇന്ദ്രജിത്ത് ചോദിച്ചത് അയാളുടെ മൂത്ത മകളായ പാർവണയെയാണ്. എനിക്ക് പാർവണയെ ഇഷ്ടമാണ്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് ജഗന്നാഥനോട് ഇന്ദ്രജിത്ത് പറഞ്ഞു. പണം തിരിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു നിവർത്തിയുമില്ല. ഇന്ദ്രജിത്ത് ആണെങ്കിൽ നാട്ടിലെ പ്രമാണിയും പണക്കാരനുമാണ്. 30 വയസ്സ് പ്രായമായ തൻ്റെ മകൾക്ക് ഇതിലും വലിയ ബന്ധം ഇനി കിട്ടില്ല എന്ന് ജഗന്നാഥൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇന്ദ്രജിത്തിന്റെ വിവാഹാലോചനയോട് പാർവണ അവൾക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം എതിർപ്പുകൾ പ്രകടിപ്പിച്ചു. പക്ഷേ ജഗന്നാഥന്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും പാർവണയ്ക്കുണ്ടായിരുന്നില്ല. ഒരിക്കലും ജീവിതത്തിൽ ഭർത്താവായി സ്വീകരിക്കില്ല എന്ന് മനസ്സുകൊണ്ട് 1000 തവണ പാർവണ അവളോട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവളുടെ ആ ചിന്തയെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ദ്രജിത്തിന്റെ ഭാര്യ പദവി സ്വീകരിക്കാൻ മനസ്സില്ലാ മനസ്സോടെ പാർവണ തീരുമാനിച്ചു. വിവാഹത്തിന്റെ തലേദിവസം തൻ്റെ ഒരേ ഒരു കൂട്ടുകാരനായ സുഭാഷിന് മദ്യസൽക്കാരം നൽകുന്നതിനിടയിൽ ഇന്ദ്രജിത്തിന്റെയും സുഭാഷിന്റെയും സംസാരമാണ് നമ്മൾ നേരത്തെ കേട്ടത്. എന്തിനാടാ ഇന്ദ്ര സ്വന്തം ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കുന്നത്? നിന്റെ വാശിക്ക് നീ പാർവണയെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് പരസ്പരം പോര് വിളിച്ച് വഴക്കുണ്ടാക്കി ജീവിതകാലം മുഴുവൻ കഴിയാനാണോ നിന്റെ ഉദ്ദേശം? സുഭാഷ് ചോദിച്ചു.
അവളെ എൻ്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ. മര്യാദ എന്താണെന്ന് ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇത്ര നാൾ എന്നെ പുറകെ നടത്തിയതിനും എന്നെ പല സ്ഥലത്ത് വെച്ച് അപമാനിച്ചതിനും എല്ലാത്തിനും കൂടി കൂലി ഞങ്ങളുടെ ആദ്യരാത്രിയിൽ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എൻ്റെ പ്രതികാരം. അത് താങ്ങാൻ അവളുടെ മനസ്സിനും ശരീരത്തിനും താങ്ങുമോ എന്നെനിക്കറിയില്ല. ഒരു തരം പ്രതികാരദാഹിയുടെ മുഖഭാവത്തോടെയാണ് ഇന്ദ്രജിത്ത് അങ്ങനെ പറഞ്ഞത്. പിറ്റേ ദിവസം കല്യാണം. സർവാഭരണ വിഭൂഷിതയായി ചുണ്ടിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന പാർവണയുടെ പുഞ്ചിരി തൊട്ടടുത്തു നിൽക്കുന്ന ഇന്ദ്രനിലേക്കും പകരുന്നുണ്ടായിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇന്ദ്രൻ പാർവണയുടെ കഴുത്തിൽ താലി കെട്ടി. അവന്റെ കൈകൾ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. വലിയ ആർഭാടത്തോടു കൂടിയ വിവാഹാഘോഷങ്ങളുടെ തിരശീല എന്നോണം ആദ്യരാത്രിയുടെ സമയമെത്തി. എടാ, ഒരു മയത്തിലൊക്കെ മതി. എത്രയായാലും നീ താലി കെട്ടിയ നിന്റെ പെണ്ണല്ലേടാ, സുഭാഷ് ഇന്ദ്രന്റെ ചെവിയിൽ മന്ത്രിച്ചു. കല്യാണമെല്ലാം കൂടിയല്ലോ, സദ്യയും കഴിച്ചു. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്കു ബായ്. ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് സുഭാഷിനോട് പുച്ഛിച്ചു പറഞ്ഞ ശേഷം ഇന്ദ്രൻ മണിയറയിലേക്ക് കയറി. ബെഡ് മുഴുവൻ മുല്ലപ്പൂക്കളാൽ അലങ്കരിച്ചിരുന്നു. ഒരു കസവ് സെറ്റുമുണ്ടുടുത്ത് മുടിയെല്ലാം കുളി കഴിഞ്ഞ് വിടർത്തിയിട്ട് കണ്ടാൽ ദേവിയെ പോലെ തോന്നുന്ന പാർവണയെ കണ്ടപ്പോൾ ആദ്യം ഇന്ദ്രൻ കൈകൾ കൂപ്പി തൊഴുതു. റൂമിലെ വിളക്കുകളെല്ലാം അണഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അയ്യോ അമ്മേ, ആ അയ്യോ അമ്മേ, ആ എന്ന പാർവണയുടെ അലർച്ച കേട്ടാണ് വീട്ടിലെ എല്ലാവരും ഉണർന്നത്. അയ്യോ, എന്തു പറ്റി? ഇന്ദ്ര, മോനെ വാതിൽ തുറക്ക്. ഇന്ദ്രന്റെ അമ്മയാണ് ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചത്. കുറച്ചു സമയത്തിന് ശേഷം പരിഭ്രമിച്ച മുഖത്തോടു കൂടി ഇന്ദ്രൻ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന പാടെ ഇന്ദ്രന്റെ അമ്മയും പെങ്ങന്മാരും കുട്ടികളുമെല്ലാം മുറിയിലേക്ക് ഇടിച്ചു കയറി. മുറിയിലെ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. സെറ്റുമുണ്ടെല്ലാം അഴിഞ്ഞുലഞ്ഞ് വിയർത്തു കുളിച്ച് അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് കരയുന്ന പാർവണയെയാണ് എല്ലാവരും കണ്ടത്. അവളുടെ ചുണ്ടുകൾ പൊട്ടിയിരുന്നു. ഇനി ആരോടൊന്നും വിശദീകരിക്കാനില്ലല്ലോ, എല്ലാവർക്കും കാര്യം മനസ്സിലായി. ആ വീട് മുഴുവൻ ആർത്തുലച്ച് കരയുന്ന പാർവണയുടെ ശബ്ദം മാത്രമായി. എന്താടാ പട്ടി, നീ എൻ്റെ മോളെ ചെയ്തത്? നാണം കെട്ടവനെ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് പെറ്റ തള്ളയായ എനിക്ക് പോലും മനസ്സിലായില്ലല്ലോടാ. എത്രയായാലും നിനക്ക് 4 പെങ്ങന്മാരല്ലേടാ. 4 പെങ്ങന്മാരുടെ ഇടയിൽ കിടന്ന് വളർന്ന നീ ഒരു പെൺകുട്ടിയോട് ഇത്രമാത്രം ക്രൂരത ചെയ്തല്ലോ മഹാപാപി. ഇതിനാണോ നീ 36 വയസ്സുവരെ വെയിറ്റ് ചെയ്തു നിന്നത് എന്നൊക്കെ പറഞ്ഞ അമ്മ ഇന്ദ്രനെ അടിക്കാൻ ചെന്നു. അമ്മേ, എനിക്ക് അതല്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊക്കെ ഇന്ദ്രൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നാണം കെട്ടവനെ, കുടുംബത്തെ നാണം കെടുത്തിയല്ലോടെ നീ. ഇതെങ്ങാനും കേസായാൽ നിനക്കെതിരെ ഞാനും നിന്റെ 4 പെങ്ങന്മാരും സാക്ഷി പറയും എന്നുകൂടെ പറഞ്ഞിട്ടാണ് അമ്മയും 4 പെങ്ങന്മാരും അവരുടെ ഭർത്താക്കന്മാരും കൂടി പാർവണയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നിർത്താതെയുള്ള ഫോൺ വിളിക്ക് ശേഷമാണ് സുഭാഷ് ഫോൺ എടുത്തത്. എന്താടാ പുല്ലേ, ആദ്യരാത്രിയായിട്ട് നിനക്ക് ഉറക്കൊന്നുമില്ലേ? സുഭാഷ് പറഞ്ഞു. അത് സുഭാഷെ, എനിക്കൊരു അബദ്ധം. ഇന്ദ്രജിത്ത് വിൽക്കാൻ തുടങ്ങി. എന്താടാ കോപ്പയെ വിൽക്കുന്നത്? രാത്രി നിനക്ക് ഉറക്കൊന്നുമില്ലേ? സുഭാഷ് പറഞ്ഞു. എൻ്റെ പൊന്നു സുഭാഷേ, നീ ഇപ്പോൾ എന്നോട് ഒന്നും ചോദിക്കരുത്. നീ ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വാ. കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം, ഇന്ദ്രജിത്ത് പറഞ്ഞു. അതെ പൊന്നളിയാ, ഞാൻ 2 അടിച്ചിട്ടാ കിടക്കണത്. ഇപ്പൊ വന്ന് ശരിയാവില്ല. പോരാത്തതിന് അവിടെ നിന്റെ പുതുപ്പെണ്ണും പെങ്ങന്മാരും അമ്മയും ഒക്കെ ഇല്ലേ? ഞാൻ നാളെ വരാളിയാ, സുഭാഷ് പറഞ്ഞു. അതിന് ഇവിടെ ആരുമില്ല സുഭാഷേ. നീ ഇപ്പോൾ എന്നോട് ഒന്നും ചോദിക്കരുത്. നീ ദയവ് ചെയ്ത് ഇവിടേക്കൊന്ന് വാടാ, കാല് പിടിക്കുന്ന പോലെ ഇന്ദ്രജിത്ത് പറഞ്ഞു. ഇന്ദ്രന്റെ യാചനയുടെ ഫലമായി അപ്പോൾ തന്നെ ബൈക്കിൽ പറന്നു വന്നു സുഭാഷ്. എന്താടാ, എന്താ ഇവിടെ ഉണ്ടായത്? സുഭാഷ് ചോദിച്ചു. അത് പിന്നെ ഇന്ദ്രൻ വിൽക്കാൻ തുടങ്ങി. അല്ല കൊച്ചു മുതലാളി, നിന്റെ പരിഭ്രമമൊക്കെ കണ്ടിട്ട് അത്ര പന്തിയൊന്നും അല്ലല്ലോടാ. നീ പറഞ്ഞതുപോലെ പണി പറ്റിച്ചോ? അവളെ കയ്യിൽ കിട്ടിയ പാടെ അടിച്ചൊതുക്കി മടക്കിയോ? ഒരു വഷളം ചിരിയോടെ സുഭാഷ് ചോദിച്ചു. എൻ്റെ പൊന്നു സുഭാഷെ, നീ ഒന്നും മിണ്ടാതിരിക്കി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം സുഭാഷിനോട് പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമുണ്ട് മകനെ. ഒന്നാമത് നീ അവളെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അഴിഞ്ഞുലഞ്ഞ അവളുടെ വസ്ത്രം, പൊട്ടിയ ചുണ്ട്, നിലവിളി, ഇത് മറ്റേത് തന്നെ. ബലാത്സംഗം.
എന്നാലും നീ ഇത്ര ബലാത്സംഗ വീരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സുഭാഷ് പറഞ്ഞു. എൻ്റെ പൊന്നു സുഭാഷേ, ബലാത്സംഗം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എൻ്റെ അമ്മ തന്നെ സത്യം, എൻ്റെ മരിച്ചുപോയ അച്ഛൻ തന്നെ സത്യം. ഞാൻ അവളുടെ വിരൽത്തുമ്പിൽ പോലും തൊട്ടിട്ടില്ലടാ. അവൾ എന്നെ അവഗണിക്കുന്നതിൻ്റെ വിഷമം കൊണ്ടാ ഞാൻ നിന്നോടൊക്കെ വെറും വീരവാദം മുഴക്കിയത്. അതുകൊണ്ട് മാത്രമാണ് അവളെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അവളെ ഒന്നും നുള്ളി നോവിക്കാൻ പോലുള്ള ശക്തി എനിക്കില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാടാ അവളെ. ഞാൻ എങ്ങനെ അവളെ നോവിക്കുന്നത്? നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. ശരി, ഞാൻ വിശ്വസിക്കാം. നീ അവളെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനു പേടിക്കണം? വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, സുഭാഷ് പറഞ്ഞു. കാഷ്വാലിറ്റിയുടെ ക്രിട്ടിക്കൽ മുറിയുടെ മുൻപിലായി പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ഇന്ദ്രന്റെ അമ്മയും പെങ്ങന്മാരും അവരുടെ ഭർത്താക്കന്മാരും. പെട്ടെന്ന് ഇന്ദ്രനെയും സുഭാഷിനെയും കണ്ടപ്പോൾ പരിഭ്രമത്തിന് പകരം അവരുടെ മുഖത്തെല്ലാം ദേഷ്യം വിരിഞ്ഞു. അതെ, അധികം അടുത്തേക്ക് പോകാത്തതാണ് നമ്മുടെ രണ്ടുപേരുടെയും ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് മുതലാളി ഇവിടെ ഇരിക്കി. എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ നമുക്കിവിടെ ഇരിക്കാം, സുഭാഷ് പറഞ്ഞു. അവർ കുറച്ചടുത്തുള്ള കസാരകളിൽ കയറിയിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ക്രിട്ടിക്കൽ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഡോൺ വറി, ഒന്നും പേടിക്കാനില്ല. അപ്പൻഡീസിന്റെ വയറുവേദനയാണ്. തൽക്കാലം ഞാൻ കുറച്ച് മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ കഴിക്കുക. തീരെ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ നമുക്ക് സർജറി ചെയ്യാം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ഡ്യൂട്ടി ഡോക്ടർ അവിടെ നിന്നും പോയി. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് വിശ്വാസം വരാതെ പെങ്ങന്മാരെല്ലാം ഇന്ദ്രനെ നോക്കി പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവരുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം സഹതാപത്തിൻ്റെതായിരുന്നു. പാർവണയെ കാണുന്നതിന് മുന്നേ എല്ലാവരും ഓടിച്ചെന്നത് ഇന്ദ്രന്റെ അടുത്തേക്കാണ്. മോനെ ഇന്ദ്ര, എനിക്കല്ലെങ്കിലും അറിയാമായിരുന്നു ഞാൻ വളർത്തിയ എൻ്റെ മകൻ മോശമായ രീതിയിൽ ഒരു പെണ്ണിനെ നോക്കുകയോ പോലും ചെയ്യില്ല എന്ന് ഒരു ചമ്മിയ ചിരിയോടെ അമ്മ പറഞ്ഞു. അമ്മയുടെ ഈ സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി എന്നോണം ഇന്ദ്രൻ അമ്മയെ കൂർപ്പിച്ചൊന്നു നോക്കി. പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്നും, എല്ലാവരും അവസരവാദികളാണ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് പിന്നെ ഇന്ദ്ര, ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളല്ല മറ്റാരായാലും തെറ്റിദ്ധരിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. സോറി അളിയ, അളിയന്മാരെല്ലാം ചമ്മിയ മുഖത്തോടു കൂടി പറഞ്ഞു. അല്ലെങ്കിലും കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ ഓടുന്നവരാണ് എൻ്റെ പെങ്ങന്മാരും അമ്മയും അളിയന്മാരും, നിരാശ അഭിനയിച്ച് ഇന്ദ്രനും പറഞ്ഞു. ക്ഷമിക്കടാ ഇന്ദ്ര, അവൻ്റെ മൂത്ത പെങ്ങൾ ഇന്ദ്രന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു കൂട്ടച്ചിരി പടർന്നു. പിറ്റേ ദിവസം രണ്ടാം ആദ്യരാത്രി. എൻ്റെ പൊന്നു പാർവണേ, നീ കാരണം ഞാൻ എത്രമാത്രം നാണം കെട്ടു എന്ന് നിനക്കറിയാമോ? നിന്നെ സ്നേഹിച്ച ഒരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടോ കല്യാണത്തിന് മുന്നേ എവിടെ വെച്ച് കണ്ടാലും എന്നെ അപമാനിക്കും. കല്യാണം കഴിഞ്ഞപ്പോഴോ എന്നെ ഒരു പീഡനവൈരനാക്കുകയും ചെയ്തു. എന്തിനാ മോളെ ചേട്ടനോട് മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുഖം അവൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. പറ, സത്യം പറ, നിനക്ക് പറയാമായിരുന്നല്ലോ വയറുവേദന കൊണ്ടാണ് കരയുന്നത് എന്ന്. അതുപോട്ടെ, നിന്റെ ചുണ്ടെങ്ങനെയാ മുറിഞ്ഞത്? ഇന്ദ്രൻ ചോദിച്ചു. അത് ഇന്ദ്രേട്ട, വിവാഹ സമയത്തൊക്കെ എനിക്ക് ചെറിയ വേദനയുണ്ടായിരുന്നു. വല്ല ഗ്യാസും കയറിയതാവും എന്നാ ഞാൻ കരുതിയത്. പിന്നെ പിന്നെ വേദന കൂടി വന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നിന്റെ ചുണ്ടു പൊട്ടിയതോ? ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ വേദന സഹിക്കാൻ പറ്റാതെയായപ്പോൾ ഞാൻ തന്നെ കടിച്ചു പൊട്ടിച്ചതാ, പാർവണ നിഷ്കുഭാവത്തിൽ പറഞ്ഞു. അതെല്ലാം പോട്ടെ, വിവാഹത്തിന് മുന്നേ നിനക്കെന്നെ കാണുന്നത് തന്നെ കലിയായിരുന്നല്ലോ, അതെന്താ? എന്തൊരു അഹങ്കാരമായിരുന്നു നിനക്ക്? ഇന്ദ്രജിത്ത് ചോദിച്ചു. പിന്നെന്തിനാ ഈ അഹങ്കാരിയെ കെട്ടിയേ? ഈ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടല്ലോ ഈ കൊച്ചു മുതലാളിക്ക് കെട്ടാൻ. ഈ അഹങ്കാരിയെ മാത്രം മതിയെന്ന് വാശി പിടിക്കാൻ എന്താ കാരണം? അവൾ ചോദ്യത്തിനു മറുപടിയായി മറുചോദ്യം ചോദിച്ചു. ഹാ, പറഞ്ഞിട്ട് എന്താ കാര്യം? നാട്ടില് നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മൂക്കും കുത്തി വീണത് ഈ അഹങ്കാരി പാർവണയുടെ മുമ്പിലായി പോയി. എന്തു ചെയ്യാൻ പറ്റും? എൻ്റെ വാരിയല് മടക്കി ഒടിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ കയ്യിലല്ലേ? അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. മനക്കൽ തറവാട്ടിലെ ജഗന്നാഥന് പണത്തിന് മാത്രമേ അല്പം കുറവുള്ളൂ. തറവാടിത്തത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികളൊന്നും വിവാഹത്തിന് മുൻപ് ആൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല. ആണുങ്ങളെയെല്ലാം ഞങ്ങളുടെ പിന്നാലെ നടത്തിക്കും. അതാ ഞങ്ങളുടെ തറവാട്ട് മഹിമ. അല്പം നാടകീയമായ രീതിയിൽ കൊഞ്ചിക്കൊണ്ട് പാർവണ പറഞ്ഞു. എന്നാലും എൻ്റെ പാർവണേ, നീ കാരണം ഞാനിപ്പോൾ ഒരു ബലാത്സംഗ വീരനായി.
ഈ വിവരം നാട്ടിൽ മുഴുവൻ പാട്ടായെന്നാ കേൾക്കുന്നത്. ഞാൻ ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ ദൈവേ? അവൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അതെ, എൻ്റെ പൊന്നുമോൻ ഇനി മറ്റാരുടെയും മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. അവൻ്റെ മുഖം രണ്ടു കൈയിലും കോരിയെടുത്തുകൊണ്ട് പാർവണ പറഞ്ഞു. ശരി, ഇന്ന് നിന്റെ മുഖത്ത് മാത്രമേ നോക്കുന്നുള്ളൂ. എൻ്റെ നോട്ടം താങ്ങാനുള്ള ശക്തിയൊക്കെ നിനക്കുണ്ടോടി പെണ്ണേ? പിന്നൊരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. ഇനി നീ ഇവിടെ കിടന്ന് എത്ര അലറി വിളിച്ചാലും ആരും വരാൻ പോകുന്നില്ല. എല്ലാവരും കരുതും അപ്പൻഡീസിന്റെ വയറുവേദനയാണെന്ന്. അങ്ങനെ ഒരു ഉപകാരം ഇതുകൊണ്ടുണ്ടായി. അവൻ ചിരിച്ചു. എൻ്റെ പ്രണയം നിനക്ക് താങ്ങാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു.